അപ്പൊ ഇയാൾക്ക് കുക്കിംഗ് പഠിക്കണം. കുക്കിംഗ് പഠിക്കുമ്പോ ആദ്യമായി എന്തുണ്ടാക്കാൻ പഠിക്കേണ്ടത് അറിയോ? ചായ. അപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അടുപ്പ് ഓൺ ചെയ്യാമോ? പിന്നെ ഇതൊക്കെ എത്ര കണ്ടില്ല. ഓൺ ചെയ്യും. കത്തുന്നില്ല. അത് തിരിക്കി. ഹലോ അതൊന്ന് സിമ്മിൽ വെയ്. തിരിക്കി. അതറിയാൻ വേണം. ശരി, അടുപ്പ് വെച്ചല്ലോ. പാത്രം എടുത്ത്. ഹലോ, എന്തോ ചെയ്യുന്നത്? അടുപ്പിലൊക്കെ പറഞ്ഞത്. ഇതെന്താണ്? വെള്ളം. എന്തിന് വെള്ളം ഒഴിക്കുക സോസ്പാനിലോട്ട്? അതെ, എന്തിനാ ഇത്രയും വെള്ളം? നീന്തി കളിക്കാൻ പോകുന്നോ? അതിന് 2 പേർക്കുള്ള ചായകളിൽ വെള്ളം വെക്കാനാ പറഞ്ഞത്. പറഞ്ഞു തരാൻ മനസ്സിലായോ? ഇത്രയും വെള്ളത്തിന് ആവശ്യമില്ല, 1 ഗ്ലാസ് മതി. എന്തോ ഈ കാണിച്ചത്? ചായപ്പൊടി ഇടാം. ചായപ്പൊടി ഇതാ, കപ്പ് തുറന്ന് ചായപ്പൊടി ഇടും. ഹലോ അത് തുറന്ന 1 സ്പൂൺ ഉണ്ട്. അതിൽ 1 സ്പൂൺ ചായപ്പൊടി ഇടും. ഇത്ര മതിയോ? മതി. ഓക്കെ, ഇനി 2 സ്പൂൺ പഞ്ചസാര ഇടും. ഒരു സ്പൂണല്ലേ ഉള്ളൂ. ആദ്യം 1 സ്പൂൺ കൊണ്ട് പോയിട്ട് പഞ്ചസാര ഇടണം, വീണ്ടും കോരി ഇടണം. അപ്പൊ 2 പ്രാവശ്യം 2 സ്പൂൺ ആകത്തില്ലേ? ഇനി ചായക്ക് നല്ല ഫ്ലേവർ ഇടാണ്ട് നമുക്ക് ഏലക്ക ഇടാം. ഇത് പെരിഞ്ചീരകം. ഞാൻ പറഞ്ഞത് ഏലക്ക. ഇച്ചിരി വലിയ സൈസ് ഏലക്ക. അത് തന്നെ ഏലക്ക. എന്റെ പൊന്നെ, അതിന് 2 ഏലക്ക എടുത്ത് നല്ല കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇട്ടാ മതി. ചായ റെഡിയാവും. എന്തിനാടുന്ന കൈ അതിട്ടത്? ഇങ്ങനെയാണ് ചായ വെക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത് അറിയോ? ഇതൊന്ന് തിളയ്ക്കുമ്പം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് 1 അരിപ്പെടുക്കുക. അരിച്ച് ഈ വെള്ളം വെച്ച് കപ്പുണ്ടല്ലോ, ഇതിലേക്ക് ചായ അരിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ ഈ സോസ് പാൻ അടിച്ച് പതപ്പിച്ചിട്ട് എനിക്കൊരു കപ്പ് ചായ റൂമിൽ കൊണ്ടുവരണം. ഓക്കെ.